മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് പരുന്തുംപാറയിലേക്ക് നമ്മൾ 134ഓളം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഒരു DYSPയും 2 CAമാരുൾപ്പെടെ ഉള്ള 130ഓളം ഉദ്യോഗസ്ഥരെ ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളതാണ്. ആവശ്യമായിട്ടുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. ലൈറ്റിങ്, ആവശ്യമായ ബാരിക്കേഡുകളെല്ലാം ഇന്നലെ സെക്യൂരിറ്റി വോട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. എല്ലാ ഭക്തജനങ്ങളും പോകുന്നതുവരെ പോലീസിൻ്റെ ഇടുക്കി ജില്ലയിലും അതുപോലെ പത്തനംതിട്ട ജില്ലയിലും പെട്ട ഇങ്ങനെ മകരജ്യോതി കാണാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും അയ്യപ്പന്മാർ വരുന്നതിൻ്റെ അനുസരിച്ചിട്ട് അതാത് സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള ജീവനക്കാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന എന്ത് അപകട സാഹചര്യങ്ങളിലും, അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ആൾക്കാർ തിങ്ങിയിട്ടുണ്ടാകുന്ന അപകടങ്ങൾ, ഇങ്ങനെയുള്ള ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും, അതുപോലെ കൊഴിഞ്ഞു വീഴുന്ന അപകടങ്ങൾ, അങ്ങനെയുള്ള ഏത് സാഹചര്യങ്ങളിലും അത്തരം അപകടങ്ങൾ നേരിടാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളോടുകൂടിയ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരും അതിൻ്റെ ഉപകരണങ്ങളായിട്ട് ഞങ്ങളിവിടെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഈ മാധവി പരുന്തുംപാറയിൽ നിന്ന് ഈ മകരജ്യോതി ദർശിക്കുന്നതിന് ഒരുപാട് പേര് എത്താറുണ്ട്. സ്വാഭാവികമാണ് ആ ദൃശ്യം, അല്ലെങ്കിൽ ആ ഒരു ഭക്തിയോടുകൂടി ആ പരുന്തുംപാറയും പരിസരവും എല്ലാം തന്നെ ഭക്തരെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യമാണ് മകരവിളക്ക് ദിവസം നമ്മൾ കാണുന്നത്. സ്നേഹമോൾ നൈനാൻ പരുന്തുംപാറയിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സ്നേഹ, എത്ര മനോഹരമാണ് ആ കാഴ്ച എന്നുള്ളത് അവിടെ നിന്ന് പ്രേക്ഷകരിലേക്ക് സ്നേഹ എത്തിക്കുന്നുണ്ട്, ക്യാമറ എത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ജാഗ്രത വേണ്ട ഭൂപ്രദേശം കൂടിയാണ് എന്നതും പ്രധാനമാണ്. ഈ മകരവിളക്ക് ദർശനത്തിനായി അവിടെ എത്തുന്ന ഭക്തർക്ക് സുരക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ ക്രമീകരണങ്ങൾ പരുന്തുംപാറയിൽ? മധു, മകരവിളക്ക് ദൃശ്യമാകുന്ന 11 കേന്ദ്രങ്ങളിലൊന്നാണ് പരുന്തുംപാറ എന്ന് പറയുന്നത്. അത് പറഞ്ഞ പോലെ തന്നെ ഈ ഭൂപ്രകൃതിയുമൊക്കെ ഇവിടെ മലമ്പ്രദേശമാണ്, ഇവിടെ കൊക്കയാണ്. അതായത് ഏകദേശം ഒരു ഉച്ചയോട് 3 മണിയോടൊക്കെ കൂടി തന്നെ ഇവിടെ മുഴുവൻ കോട ഇറങ്ങും. ആ കാണുന്ന മലമ്പ്രദേശം, അതിൻ്റെ ഏറ്റവും ഒടുവിൽ കാണുന്ന മലനിര, അതാണ് പൊന്നമ്പലമേട് എന്ന് പറയുന്നത്. അവിടെയാണ് ഇവിടെ ഈ മകരജ്യോതി ദൃശ്യമാകുന്നത്. പക്ഷേ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമേ ഇവിടെ എത്തുന്ന ഭക്തർക്ക് മകരജ്യോതി ദൃശ്യമാവുകയുള്ളൂ എന്നൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ തന്നെ കോട ഇറങ്ങിയിരുന്നു. അതിനാൽ തന്നെ ഈ മകരജ്യോതി അവർക്ക് ദൃശ്യമായില്ല. ഇവിടെ ഏകദേശം 130ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെ ഭക്തർക്ക് ആവശ്യമായ സുരക്ഷയ്ക്കും മറ്റുമായി 14 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന ഭക്തർക്ക്, അതായത് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നത് പ്രായോഗികമല്ലെങ്കിൽ ഇവിടെ സമീപത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അന്നദാനം അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ നമുക്കിപ്പം ഉള്ളത്. ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഭക്തർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഫയർഫോഴ്സിൻ്റെ റെഡിയാക്കി വെച്ചത്? ഇവിടെ യാതൊരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാവരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാവിധ സേനാംഗങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നത്. പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും അതുപോലെ റവന്യൂ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഇവിടെ നിലവിലുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ, അയ്യപ്പന്മാർ ഈ മകരജ്യോതി കാണുന്നതിന് വേണ്ടിയുള്ള ദർശനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേരും ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ സ്വാഭാവികമായിട്ടും മകരജ്യോതി ദർശനത്തിനിടയിൽ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുക, അതിനുശേഷവും ഇവർ സുരക്ഷിതമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിപ്പോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അതിലുള്ള സജ്ജീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള തിക്കും തിരക്കും ഉണ്ടാവാതിരിക്കുക, അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുക, മറിഞ്ഞു വീഴാതിരിക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായിട്ടും ശ്രദ്ധിച്ച് പോകുന്നുണ്ട്. ഏതായാലും ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞ പോലെ തന്നെ മകരജ്യോതി കാണാനെത്തുന്ന ഓരോ അയ്യപ്പന്മാർക്കും ഓരോ ആപത്തും കൂടാതെ തന്നെ ഇവിടെ തിരിച്ചു പോകട്ടെ എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത്. ഏകദേശം ഉച്ചയോടുകൂടി തന്നെ അയ്യപ്പ ഭക്തന്മാരെല്ലാവരും തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അങ്ങനെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാരൊക്കെ തന്നെയും ഇവിടെ ഒഴുകിയെത്തും. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ പ്രദേശമാകെ ശരണം വിളികളാൽ മുഖരിതമാകും. ഒരേ സ്വരത്തോടു കൂടി, ഒരേ മനസ്സോടുകൂടി ഈ അയ്യപ്പ, ഈ ജ്യോതി, ഈ മകരവിളക്ക് ദർശിക്കുവാൻ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. അതും